ഫ്രാൻസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ മാത്രം എടുത്തു വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും രാജ്യത്തിന് വേണ്ടിയിട്ട് എത്രമാത്രം കരുതലോടെയാണ് നരേന്ദ്രമോദി ഓരോ പദ്ധതികളും ആവിഷ്കരിക്കുന്നത് എന്ന്. അദ്ദേഹത്തിന്റെ ഓരോ യാത്രകൾക്ക് പിന്നിലും ഓരോ ലക്ഷ്യമുണ്ട്. ഒന്നിച്ചുള്ള പ്രസ് മീറ്റ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഫിനിഷ് ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോയുടെ അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പറഞ്ഞ കാര്യങ്ങളുടെ ആ ഒരു ലൈവായിട്ടുള്ള പ്രസ് മീറ്റ് കൂടി ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാവരും ഒന്ന് കാണുക. സോ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞ പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് ഈ പ്രസ് മീറ്റിൽ നിന്ന് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പില്ലറുകളിൽ ഒന്നെന്ന് പറയുന്നത് ഡിഫൻസ് കോപ്പറേഷൻ ആണ്. അതായത് ഡിഫൻസ് രംഗത്തുള്ള ആ ഒരു സഹകരണമാണ് ഇന്ത്യ ഫ്രാൻസ് സൗഹൃദത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ശക്തമായ ബന്ധത്തിന്റെ പ്രധാനപ്പെട്ട പില്ലറുകളിൽ ഒന്ന്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യയുടെ വികസന സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ ഫ്രാൻസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു നാച്ചുറൽ പാർട്ട്ണർ ആണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത് മോദി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോ 25 വർഷത്തെ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ആസ്വദിക്കുകയാണ്, സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ഇനി പ്ലാൻ ചെയ്യേണ്ടത് അടുത്ത 25 വർഷത്തേക്ക് വേണ്ടിയുള്ള റോഡ് മാപ്പാണ്. അതായത് അടുത്ത 25 വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ആണ്. അതാണ് ഇപ്പോൾ ഇമ്മാനുവൽ മാക്രോണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് അവിടെ നിർമ്മിച്ചത് എന്നാണ് എനിക്കും തോന്നുന്നത്. അദ്ദേഹം ശക്തമായും പറയുന്നുണ്ട്, അടുത്ത 25 വർഷത്തേക്ക് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നമ്മൾ ഇടേണ്ടതായിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നുണ്ട്. കൂട്ടത്തിൽ ഫ്രാൻസിനെ അദ്ദേഹം ഒന്ന് പുകഴ്ത്താനും മറന്നില്ല. ഫ്രാൻസിന്റെ നാഷണൽ ഡേ എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ ഒരു സിമ്പലാണ്. ലിബർട്ടി, ഇക്വാലിറ്റി എന്നിവയ്ക്കൊക്കെ ഉള്ള ഒരു സിമ്പൽ കൂടിയാണ് ഫ്രാൻസിന്റെ ഈ ഒരു നാഷണൽ ഡേ എന്നുകൂടി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി മോദി പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ പരസ്പരം സഹകരിക്കാൻ പോവുകയാണ്. വളരെ ചെറിയ തോതിലാണെങ്കിൽ പോലും ന്യൂക്ലിയർ റിയാക്റ്റുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പരസ്പര സഹകരണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ന്യൂക്ലിയർ എനർജിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്ന് മോദി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ തന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് മോദി എടുക്കുന്ന ഓരോ ചുവടുകളും ഞാൻ സസൂക്ഷ്മം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മോദി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ ഒരു ലോങ് ടേമിലേക്കുള്ള ഒരു സഹകരണം ആഗ്രഹിക്കുകയാണ്. ആരൊക്കെ തമ്മിലാണ്? അതായത് ഇന്ത്യൻ ഓയിലും ഫ്രാൻസിന്റെ ടോട്ടൽ കമ്പനിയുമായിട്ട് ലോങ് ടേമിലുള്ള ഒരു കരാറ്, ഒരു സഹകരണം ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിന്റെ കാര്യത്തിൽ ഇന്ത്യൻ ഓയിലുമായിട്ട് ഫ്രാൻസിന്റെ കമ്പനിക്ക് അല്ലെങ്കിൽ ടോട്ടൽ കമ്പനിക്ക് സഹകരിച്ച് പ്രവർത്തിച്ചുകൂടെ? അങ്ങനെ ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നുണ്ട്. ഇത് അതായത് ഒരു ക്ലീൻ എനർജി ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ പരസ്പരം സഹായിക്കുമെന്നും മോദി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഡിഫൻസ് ടൈയുമായി ബന്ധപ്പെട്ട് മോദി കൂടുതൽ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിന്റെ ഒരു അടിത്തറ തന്നെ, ആ റിലേഷൻഷിപ്പിന്റെ അടിത്തറ തന്നെ ഡിഫൻസ് ടൈസിലൂടെയാണ് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ടൈ തന്നെയാണ് അതിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത്. അത് തന്നെ ഡീപ്പായിട്ടുള്ള വിശ്വാസത്തിന്റെ പ്രതീകമാണ്. കാരണം അത്രയും നല്ല വിശ്വാസമുള്ള രാജ്യങ്ങൾക്കിടയിൽ മാത്രമേ ആയുധ കൈമാറ്റം പോലെയുള്ള കാര്യങ്ങൾ സാധ്യമാവുകയുള്ളൂ. ഫ്രാൻസും ഇന്ത്യയും പരസ്പരം എത്രത്തോളം വിശ്വസിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആയുധ കച്ചവടം എന്നുകൂടി മോദി പറയുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട്ണർ ആണെന്നും മേക്കിംഗ് ഇന്ത്യ പദ്ധതി, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയെ വളരെയധികം ഫ്രാൻസ് സഹായിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ സബ്മറൈൻസിന്റെ കാര്യമായിക്കോട്ടെ, നേവി ഷിപ്പിന്റെ കാര്യങ്ങളായിക്കോട്ടെ, ഏത് രംഗത്തും ഇന്ത്യയുമായി വളരെയധികം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ചുരുക്കം ചില ഫ്രണ്ട്ലി രാജ്യങ്ങളിൽ ഒന്നാണ് ഫ്രാൻസ് എന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ മോദി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ്, ഫ്രാൻസ് അതായത് നാഷണൽ മ്യൂസിയം, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന നാഷണൽ മ്യൂസിയത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാകാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നുകൂടി മോദി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അതായത് UPI ഫെസിലിറ്റീസ് ഇനി മുതൽ ഫ്രാൻസിലും നമുക്ക് സാധ്യമാകും. ഇക്കാര്യവും നരേന്ദ്രമോദി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയും ഫ്രാൻസും സ്പേസ് ഗവേഷണ രംഗത്ത് വളരെ ഡീപ്പായിട്ടുള്ള കോപ്പറേഷനാണ് ഉള്ളത് എന്നും ഇരു രാജ്യങ്ങളിലുമുള്ള സ്പേസ് ഏജൻസികൾ തമ്മിലുള്ള പുതിയ കരാറുകൾ ഈ ഒരു സഹകരണത്തെ അടുത്ത തലത്തിലേക്ക് എത്തിക്കുമെന്നും അത് തീർച്ചയായിട്ടും ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. അതുപോലെ തന്നെ ഒരു പുതിയ ഇന്ത്യൻ കോൺസുലേറ്റ് കൂടി ഓപ്പൺ ചെയ്യുന്ന കാര്യവും പ്രധാനമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. ഇതിന്റെ കൂട്ടത്തിൽ നരേന്ദ്രമോദി പറഞ്ഞ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഫ്രാൻസിലുള്ള യൂണിവേഴ്സിറ്റീസിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഇന്ത്യയിൽ വരൂ,
ഇവിടെയും നിങ്ങളുടെ ക്യാമ്പസുകൾ ആരംഭിക്കൂ, പരസ്പരം നമുക്ക് സഹകരിച്ച് മുന്നേറാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നരേന്ദ്രമോദി ഇതിനു മുമ്പും ലോകത്തെ വലിയ യൂണിവേഴ്സിറ്റികളെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കും ഇവിടെ വേണമെങ്കിൽ പഠിക്കാം. ഒപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഈ പേരുകേട്ട യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നതിനായിട്ട് ഇന്ത്യയിലേക്ക് വരും. എത്ര ബുദ്ധിപരമായിട്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളെയും, നമുക്ക് കാണുമ്പോൾ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും ഇതൊക്കെ എത്ര പ്ലാനിങ് ഇതിന്റെ പിന്നിലുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. വിദേശ രാജ്യങ്ങളിലുള്ള പ്രശസ്തമായ യൂണിവേഴ്സിറ്റികൾ, നമുക്കറിയാം നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശത്ത് പോയി പഠിക്കുന്നതിന് പല കാരണങ്ങളിൽ ഒന്ന് യൂണിവേഴ്സിറ്റികളുടെ പേരും പ്രശസ്തിയുമാണ്. വലിയ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചു കഴിഞ്ഞാൽ, അതിന് അവസരം കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. എവിടെ പോകുമ്പോഴും പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ജോലി കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് US-ലും യൂറോപ്പിലും ഒക്കെയുള്ള പ്രശസ്തമായ പല യൂണിവേഴ്സിറ്റികളിലും പഠിക്കാനൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമായി കാണുന്ന ഒത്തിരി വിദ്യാർത്ഥികളുണ്ട്. ആ യൂണിവേഴ്സിറ്റികളോടാണ് പ്രധാനമന്ത്രി പറയുന്നത്, നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങാം, ഇവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവരാലോ, അപ്പൊ നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വരാം എന്ന് മോദി അവർക്കൊരു ഓപ്പർച്യൂണിറ്റി വാഗ്ദാനം ചെയ്യുകയാണ്. സോ തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു കൃത്യമായ ഒരു പ്ലാനിങ് ഇതിന്റെ പിന്നിലുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യ വളരെയധികം എക്സൈറ്റഡ് ആണെന്നും നമ്മുടെ രാജ്യത്തെ അത്ലറ്റുകളെല്ലാം തന്നെ പാരീസ് ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. അതുപോലെ തന്നെ ഇൻഡോ പസഫിക് മേഖലയിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും നരേന്ദ്രമോദി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ഫ്രാൻസിലെ ജനങ്ങളും അല്ലെങ്കിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും മോദി പറയണമെന്ന് ആഗ്രഹിച്ച ഒരു സ്റ്റേറ്റ്മെന്റും കൂടിയുണ്ട്. അതായത് ഫ്രാൻസും ഇന്ത്യയും ഭീകരവാദത്തിന് എതിരായിട്ടുള്ള യുദ്ധത്തിൽ ഒന്നിച്ച് മുന്നോട്ട് പോകുമെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. ഭീകരവാദത്തിനെതിരായ പോരാട്ടം, ആ യുദ്ധത്തിൽ ഇന്ത്യയും ഫ്രാൻസും പരസ്പരം സഹകരിച്ച് തന്നെ മുന്നോട്ട് പോകും. ഇത്തരം അതിർത്തി കടന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ട ആവശ്യകതയുണ്ട് എന്ന് ഇന്ത്യയും ഫ്രാൻസും വിശ്വസിക്കുന്നുണ്ട് എന്നും നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചു. അത് വളരെ കരഘോഷത്തോടു കൂടിയാണ് അതിനെ എല്ലാവരും സ്വീകരിച്ചത്. സോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഒന്നിച്ച് നടത്തിയ വാർത്താ സമ്മേളനമാണ് ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. Il y a un peu plus d'un siècle, en 1916, c'est aussi au cœur de Paris, sur ces mêmes Champs-Élysées, qu'ont défilé les troupes indiennes, venues combattre à nos côtés dans les tranchées, mais aussi sur l'ensemble des fronts de la Grande Guerre. Et je veux vous dire l'émotion qui fut la nôtre ce matin, la grande fierté de revoir ce régiment de Pendjab. Je l'imagine aussi cet écho Nous allons aujourd'hui continuer à renforcer cette relation de confiance historique entre nos deux pays pour faire face à la fois aux crises internationales comme aux grands enjeux mondiaux. Je pense que nous partageons une préoccupation commune d'un risque de fragmentation de la communauté internationale, en particulier dans le contexte de la guerre menée par la Russie en Ukraine. Nous avons le même objectif de chercher une paix durable et de répondre aux effets de cette guerre d'agression sur les pays les plus vulnérables, notamment en termes de sécurité alimentaire et de capacité de financement. C'était ces sujets qui étaient au cœur du nouveau pacte financier mondial que nous avons préparé ensemble et de l'agenda de Paris pour les peuples et la planète dont est issu et que nous continuerons de porter. Vous aurez aussi la grande responsabilité d'accueillir les chefs d'État et de gouvernement du G20 en septembre prochain en Inde. Et je veux vous dire que la France se tiendra aux côtés de votre pays pour promouvoir la vision que nous partageons d'un ordre international juste et capable de produire les décisions nécessaires aux grands défis mondiaux. Depuis votre visite en 2017, nous n'avons cessé aussi d'agir face à l'urgence climatique. J'avais été particulièrement honoré de lancer à vos côtés en Inde, en 2018, l'Alliance solaire internationale. Elle devrait dépasser l'objectif initial d'installer 1000 gigawatts d'ici 2030. Nous pourrons aller plus loin ensemble avec nos partenaires internationaux, notamment en Asie, au Proche-Moyen-Orient et en Afrique. Nous avions aussi porté ensemble, lors de votre dernière visite, une initiative sur la lutte contre les plastiques qui désormais font l'objet d'un projet de traité international. तो ये जो दो उदाहरण हैं वो दर्शाते हैं कि हम अगर इकट्ठे काम करें तो हम सारे क्षेत्रों में नई संरचना बना सकते हैं.
ना सिर्फ जहां युद्ध से बचने के लिए, पर G20 COP 28 और जो संयुक्त राष्ट्र के समुद्र पर सम्मेलन होने जा रहा है नीस में 2025 में, उसका आयोजन भी हम इकट्ठे कर सकते हैं। तो हमारे जो सामरिक हित हैं वो उसका अभिसरण हम इंडो पैसिफिक तक जाता है, क्योंकि हमारे एक ही दृष्टिकोण है इसके बारे में। हम आधिपत्य से लड़ना चाहते हैं। हम हमारे सशस्त्र बल नियमित बातचीत कर रहे हैं और पूरी योगदान कर रहे हैं ताकि जो शांति है और सुरक्षा है इस क्षेत्र में बनाई रहे और अंतर्राष्ट्रीय कानून का सम्मान रहे। ये जो सामरिक आत्मीयता है हमारे दोनों देशों के बीच में, वो ठोस रूप ले रही है नए योजनाओं के साथ, खासकर जो आर्थिक योजनाएं हम इकट्ठे कर रहे हैं। भारत आज दूसरे सबसे बड़ा हमारा साझेदार है एशिया में। हमने नए कार्य क्षेत्र ढूंढे हैं, जैसे कि स्टील, अंतरिक्ष, ऊर्जा, सिविल, न्यूक्लियर और टेक्नोलॉजी। ये जो नया स्थिति है जिसकी ओर हम अपनी द्विपक्षीय साझेदारी को ले जा रहे हैं, वो सिर्फ उन महिलाओं और पुरुषों की वजह से बना पाएंगे जो रोजाना इन संबंधों को जीते हैं, और उनमें से कई सारे आज रात के डिनर पर हमारे साथ आएंगे। और फिर हम युवा पीढ़ी को नहीं भूल सकते, क्योंकि भारत और फ्रांस में युवा ही आगे भविष्य की, फ्रांस की छवि भारत में और भारत की छवि फ्रांस में इसको नया रूप देगी और उसको पुनर्निर्मित करेगी। 2025 में हमने सोचा था कि 20,000 फ्रांस के स्टूडेंट्स भारत तक पहुंच जाएंगे, और कोविड के बावजूद हम इस लक्ष्य को पा पाए हैं। और हम समझते हैं कि यहाँ से 2030 तक 30,000 ऐसे स्टूडेंट्स को भेजेंगे और हमारे प्रयास इसकी ओर जाएंगे। और हम चाहते हैं कि जो युवा भारतीय फ्रांस में पढ़ने के निर्णय लेते हैं, उनको आगे भी अपने दिल के करीबी देश के में आने का मौका दिया जाना चाहिए। इसलिए हम अपना वीजा की नीति भी उसके अनुकूल बनाएंगे ताकि वो ये कड़ी बनाए रखे। हम चाहते हैं कि जो कोऑपरेशन शिक्षा के क्षेत्र में हो रहा है वो संस्कृति के क्षेत्र में भी बढ़ाएं, ताकि संगीत, डांस और बाकी जो सांस्कृतिक क्षेत्र हैं उसमें भी साझा काम कर पाएं। और हम संग्रहालय विशेषज्ञता को साझा करना चाहते हैं, क्योंकि हमारे पास ये विशेषज्ञता है, क्योंकि 2047 में आप अपने शताब्दी महोत्सव मनाएंगे। और इसके लिए हमने एक मानचित्र बनाया है। एक बार फिर आपको धन्यवाद देना चाहूँगा कि आप हमारे साथ यहाँ पर फ्रांस में आए इस खास दिन के लिए, और जो 14 जुलाई की जो परेड है उसमें आपके जो आर्म्ड फोर्सेस जिन्होंने भाग लिया है उनको भी धन्यवाद देना चाहूँगा। जी, और मेरे प्रिय मित्र राष्ट्रपति मैक्रो, दोनों देशों के डेलीगेट्स, मीडिया के साथियों, नमस्कार। पेरिस जैसे खूबसूरत शहर में इस गर्मजोशी भरे स्वागत के लिए मैं राष्ट्रपति मैक्रो का आभार प्रकट करता हूं। फ्रांस के लोगों को राष्ट्रीय दिवस के लिए बहुत बहुत शुभकामनाएं भी देता हूं। यह दिवस विश्व में लिबर्टी, इक्वालिटी और फ्रेटर्निटी जैसे मूल्यों का
प्रतीक माना जाता है। ये मूल्य हमारे दो लोकतांत्रिक देशों के संबंधों का भी एक महत्वपूर्ण आधार है। आज मुझे इस उत्सव में मुख्य अतिथि के रूप में शामिल होने का गौरव मिला। मुझे खुशी है कि इस अवसर की शोभा और गरिमा बढ़ाने के लिए भारत की तीनों सेनाओं की टुकड़ियों ने भाग लिया। भारतीय राफेल एयरक्राफ्ट का फ्लाई पास भी हम सब ने देखा। हमारी नौसेना का जहाज भी फ्रांस के पोर्ट पर मौजूद था, यानी जल, थल, नभ हमारे बढ़ते सहयोग की एक शानदार तस्वीर हमें एक साथ देखने को मिली। कल राष्ट्रपति मैक्रोन ने मुझे फ्रांस के सर्वश्रेष्ठ राष्ट्रीय पुरस्कार से सम्मानित किया। ये सम्मान 140 करोड़ भारतवासियों का सम्मान है। फ्रेंड्स, हम अपनी स्ट्रेटेजिक पार्टनरशिप की 25वीं वर्षगांठ मना रहे हैं। बीते 25 वर्षों के मजबूत आधार पर हम आने वाले 25 वर्षों के लिए रोड मैप तैयार कर रहे हैं। इसमें बोल्ड और महत्वाकांक्षी लक्ष्य निर्धारित किए जा रहे हैं। भारत के लोगों ने भी इस कालखंड में एक विकसित देश बनाने का संकल्प लिया है। इस यात्रा में हम फ्रांस को एक नेचुरल पार्टनर के रूप में देखते हैं। 2 दिनों में हमें आपसी सहयोग के सभी क्षेत्रों पर विस्तार से बात करने का अवसर मिल रहा है। आर्थिक संबंधों को और सुदृढ़ करना हमारी साझा प्राथमिकता है। रिन्यूएबल एनर्जी, ग्रीन हाइड्रोजन, आर्टिफिशियल इंटेलिजेंस, सेमीकंडक्टर्स, साइबर, डिजिटल टेक्नोलॉजी जैसे अनेक क्षेत्रों में सहयोग बढ़ाने के लिए हम नए इनिशिएटिव्स की पहचान कर रहे हैं। भारत के यूपीआई यानी यूनिफाइड पेमेंट्स इंटरफेस को फ्रांस में लॉन्च करने पर समझौता हुआ है। हम दोनों देशों के स्टार्टअप और इनोवेशन इकोसिस्टम को आपस में जोड़ने पर बल दे रहे हैं। समान विचारधारा वाले देशों के साथ मिलकर हमें टेक्नोलॉजी सप्लाई चेन्स के लोकतंत्रीकरण के लिए लगातार काम करना चाहिए। क्लाइमेट चेंज और पर्यावरण सुरक्षा हमारी साझा और मुख्य प्राथमिकता रही है। इस दिशा में हमने पहले ही इंटरनेशनल सोलर अलायंस स्थापित किया था, जो अब एक मूवमेंट बन गया है। अब हम ब्लू इकोनॉमी और ओशन गवर्नेंस के रोड मैप पर तेजी से काम करना चाहते हैं। सिंगल यूज प्लास्टिक के खिलाफ हम एक साझा पहल पर आगे बढ़ेंगे। इंडियन ऑयल और फ्रांस की टोटल कंपनी में एलएनजी के निर्यात के लिए जो लॉन्ग टर्म एग्रीमेंट हुआ है, मैं उसका स्वागत है। इससे हमारे क्लीन एनर्जी ट्रांजिशन के लक्ष्यों को बल मिलेगा। अब से कुछ देर बाद हम भारत फ्रांस सीईओज फोरम में भी हिस्सा लेने वाले हैं। दोनों देशों के बिजनेस प्रतिनिधियों के साथ आर्थिक सहयोग मजबूत करने पर विस्तार से चर्चा होगी। फ्रेंड्स, रक्षा सहयोग हमारे संबंधों का एक मूलभूत स्तंभ रहा है। यह दोनों देशों के बीच गहरे आपसी विश्वास का प्रतीक है। मेक इन इंडिया और आत्मनिर्भर भारत, इसमें फ्रांस एक अहम पार्टनर है। आज हम रक्षा के क्षेत्र में भारत में नई टेक्नोलॉजी के को प्रोडक्शन और को डेवलपमेंट पर बात करेंगे। सबमरीन हो या फिर नौसेना के जहाज, हम चाहते हैं कि मिलकर केवल अपनी ही नहीं, तीसरे मित्र देशों की जरूरतों को भी पूरा करने के लिए हम काम करें। हमारी डिफेंस स्पेस एजेंसीज के बीच सहयोग
बढ़ाने की संभावनाएं हैं। फ्रांस की कंपनियों द्वारा एमआरओ फैसिलिटीज, स्पेयर पार्ट्स, हेलीकॉप्टर के लिए इंजन का प्रोडक्शन भी भारत में किए जाने पर हम आगे बढ़ रहे हैं। हम इसमें हमारे सहयोग को और सशक्त करने पर बल देंगे। सिविल न्यूक्लियर क्षेत्र में सहयोग को आगे बढ़ाते हुए हम स्मॉल एंड एडवांस मॉड्यूलर रिएक्टर्स में सहयोग की संभावना पर चर्चा करेंगे। आज भारत में चंद्रयान के सफल लॉन्च पर पूरा भारत उत्साहित है। यह हमारे वैज्ञानिकों की बहुत बड़ी उपलब्धि है। अंतरिक्ष के क्षेत्र में भारत और फ्रांस का पुराना और गहरा सहयोग है। हमारी स्पेस एजेंसीज के बीच नए समझौते हुए हैं। इसमें सैटेलाइट लॉन्च सर्विसेज, समुद्र और धरती के तापमान और वातावरण को मॉनिटर करने के लिए तृष्णा सैटेलाइट बनाने का काम शामिल है। स्पेस बेस्ड मैरीटाइम डोमेन अवेयरनेस जैसे क्षेत्रों में भी हम अपना सहयोग बढ़ा सकते हैं। फ्रेंड्स, भारत और फ्रांस के बीच लंबे समय से गहरे पीपल टू पीपल कांटेक्ट रहे हैं। हमारी आज की चर्चाओं से ये संबंध और मजबूत होंगे। हम फ्रांस के दक्षिण में मार्से शहर में नया भारतीय कॉन्सुलेट खोलेंगे। फ्रांस में पढ़े हुए भारतीय मूल के लोगों के लिए लॉन्ग टर्म वीजा देने के निर्णय का हम स्वागत करते हैं। हम फ्रांस के विश्वविद्यालयों को भारत में अपने कैंपस स्थापित करने के लिए आमंत्रित करते हैं। दिल्ली में बनाए जाने वाले नए राष्ट्रीय म्यूजियम में फ्रांस एक पार्टनर के रूप में जुड़ रहा है। अगले वर्ष पेरिस में होने वाले ओलंपिक्स के लिए सभी भारतीय एथलीट्स बहुत ही उत्सुक है। इसके सफल आयोजन के लिए मैं राष्ट्रपति मैक्रो और उनकी पूरी टीम को शुभकामनाएं देता हूं। फ्रेंड्स, आज हम कई महत्वपूर्ण वैश्विक मुद्दों पर भी चर्चा करेंगे। इंडो पैसिफिक के रेजिडेंट पावर्स के रूप में इस क्षेत्र में शांति और स्थिरता के लिए भारत और फ्रांस की विशेष जिम्मेदारी है। हमारे सहयोग को एक रचनात्मक स्वरूप देने के लिए हम इंडो पैसिफिक कोऑपरेशन रोडमैप पर काम कर रहे हैं। इंडो पैसिफिक ट्रायंगुलर डेवलपमेंट कोऑपरेशन फंड के प्रस्ताव पर भी दोनों पक्ष में ट्रायंगुलर डेवलपमेंट कोऑपरेशन फंड के प्रस्ताव पर भी दोनों पक्ष में चर्चा में है। इससे पूरे क्षेत्र में स्टार्टअप्स और इनोवेशन को बढ़ावा देने के नए अवसर खुलेंगे। भारत के इंडो पैसिफिक ओशन इनिशिएटिव में फ्रांस द्वारा मैरीटाइम रिसोर्स पिलर को लीड करने के निर्णय का हम स्वागत करते हैं। फ्रेंड्स, कोविड महामारी और यूक्रेन संघर्ष के प्रभाव पूरे विश्व पर पड़े हैं। ग्लोबल साउथ के देशों पर इनका विशेष रूप से नकारात्मक प्रभाव पड़ा है। यह चिंता का विषय है। इन समस्याओं के समाधान के लिए सभी देशों का एकजुट होकर प्रयास करना आवश्यक है। हमारा मानना है कि सभी विवादों का समाधान डायलॉग और डिप्लोमेसी के माध्यम से होना चाहिए। भारत स्थायी शांति की बहाली में योगदान देने के लिए तैयार है। आतंकवाद के विरुद्ध लड़ाई में भारत और फ्रांस हमेशा साथ रहे हैं। हम मानते हैं कि क्रॉस बॉर्डर टेररिज्म को समाप्त करने के लिए ठोस कार्रवाई की आवश्यकता है। इस दिशा में सहयोग बढ़ाने पर दोनों देश सहमत हैं। राष्ट्रपति मैक्रो इस वर्ष G20 समिट के दौरान आपका भारत में स्वागत करने के लिए मैं और सभी भारतवासी बहुत ही उत्सुक हैं। एक बार फिर आपकी मित्रता और मुझे दिए गए
आदर सत्कार के लिए मैं आपका बहुत बहुत धन्यवाद करता हूं। Thank you, Mr. Prime Minister.